ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞത് ഫിക്സഡ് ബേസ് മെത്തേഡും ചെയിൻ ബേസ് മെത്തേഡുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് conversion of chain base index numbers into fixed base index numbers and conversion of fixed base index numbers into chain base index number. അപ്പോൾ നമുക്ക് ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പറാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതേപോലെ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പറാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പറിനെ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല കറൻറ്റ് ഇയേഴ്സ് ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ ഇൻറ്റു പ്രീവിയസ് ഇയേഴ്സ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ഡിവൈഡ് ബൈ 100. അപ്പോൾ ഫോർമുല ഓർത്ത് വെക്കുക. കറൻറ്റ് ഇയറിലെ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പറിനെ പ്രീവിയസ് ഇയറിലെ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ 100 ചെയ്താലാണ് നമുക്ക് കൺവേർഷനായിട്ട് കിട്ടുന്നത്, കൺവേർഷൻ്റെ ഫോർമുല വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ ഗിവൺ ബിലോ കൺസ്ട്രക്ട് ദ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ ഇയറും കൊടുത്തിട്ടുണ്ട്, ചെയിൻ ഇൻഡിസസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാറ്റ കിട്ടിയാൽ നമ്മൾ ആദ്യം ടേബിൾ ഉണ്ടാക്കുക, ടേബിളിൽ ഇയർ കൊടുക്കുക, ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ തന്നിട്ടുള്ളത് കൊടുക്കുക. ഇനി ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫോർമുല ഉപയോഗിക്കുക? കറൻറ്റ് ഇയറിലെ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ എത്രയാണ്? 90. അപ്പോൾ ഇത് ഫസ്റ്റത്തെ നമ്മൾ 90 തന്നെയാണ് കൊടുക്കുന്നത്. സെക്കൻഡിലേക്ക് വരുമ്പോൾ 2000ലേക്ക് വരുമ്പോൾ 105 ആണ്. അപ്പോൾ കറൻറ്റ് ഇയർ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ 105 ആണ്. പ്രീവിയസ് ഇയർ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ എത്രയാണ്? 90. അപ്പോൾ 105 ഇൻറ്റു 90 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 94.5. ഇനി 2001ലേക്ക് വരുമ്പോൾ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ 102, പ്രിസീഡിങ്ങിലെ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ വരുന്നത് 94.5. 102 ഇൻറ്റു 94.5 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 96.4. ഇനി 95 ഇൻറ്റു 96.4 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 91.6. 99 ഇൻറ്റു 91.6 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 90.7 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ തന്നാൽ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് കൺവേർഷൻ ഓഫ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ഇൻറ്റു ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ ആണ്. ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ തന്നിട്ട് ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുക. അപ്പോൾ കൺവേർഷൻ ഓഫ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ഇൻറ്റു ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ ഉള്ള ഫോർമുലയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കറൻറ്റ് ഇയേഴ്സ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ഡിവൈഡ് ബൈ ജസ്റ്റ് പ്രീവിയസ് ഇയേഴ്സ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ഇൻറ്റു 100. ഇപ്പോൾ നമ്മൾ ഇത് ഓർത്ത് വെക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ലിങ്ക് റിലേറ്റീവിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞത് പ്രൈസ് ഫോർ കറൻറ്റ് ഇയർ ഡിവൈഡ് ബൈ പ്രൈസ് ഇൻ ദി ജസ്റ്റ് പ്രീസീഡിങ് ഇയർ ഇൻറ്റു 100 ആയിരുന്നു. അതേപോലെ തന്നെ കറൻറ്റ് ഇയർ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പറിനെ ജസ്റ്റ് പ്രീവിയസ് ഇയർ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പറിനെ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം, അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രം ദി ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പേഴ്സ് ഗിവൺ ബിലോ പ്രിപ്പയർ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ ഇയറും കൊടുത്തിട്ടുണ്ട്, ഇൻഡെക്സ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ ഇയറും ഫിക്സഡ് ബേസ് ഇൻഡിസസും കൊടുക്കുക. ഫിക്സഡ് ബേസ് അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്, അതായത് ചെയിൻ ബേസ് ഇൻഡിസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? 94ന് നമുക്ക് അതേപോലെ തന്നെ വെക്കാം കേട്ടോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാങ്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. ഇനി കറൻറ്റ് ഇയർ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ 98 ആണ്. 98 ഡിവൈഡ് ബൈ 94 ഇൻറ്റു 100 is equal to 104.3. അതേപോലെ 102 ഡിവൈഡ് ബൈ 98 ഇൻറ്റു 100 is equal to 104.1. 95 ബൈ 102 ഇൻറ്റു 100 is equal to 93.1. 98 ബൈ 95 ഇൻറ്റു 100 is equal to 103.2. അങ്ങനെയാണ് ചെയിൻ ബേസ് ഇൻഡിസസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഫിക്സഡ് ബേസ് ഇൻഡിസസ് തന്നാൽ ചെയിൻ ബേസ് ഇൻഡിസസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പറിനെ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുക. ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പറിനാണ് തന്നിട്ടുള്ളത്, അത് ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് അതിൽ ഓർത്ത് വെക്കേണ്ടത്? ഇനി പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിക്സഡ് ബേസ് ആൻഡ് ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഫിക്സഡ് ബേസും ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പറിലെ ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പറിന് ഒരു ഫിക്സഡ് ബേസ് ഉണ്ടായിരിക്കും. നമ്മളൊരു ഇയറിനെ ഒരു ബേസ് ഇയർ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്, അത് ഫിക്സഡ് ആക്കി വെക്കുകയാണ്. ഇറ്റ് ഹെൽപ്പ് അസ് ടു കമ്പയർ ചേഞ്ചസ് ഇൻ എനി പീരീഡ് വിത്ത് റെഫറൻസ് ടു ദാറ്റ് ഫിക്സഡ് പീരീഡ് ഓൺലി. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ബേസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റുള്ളൂ. ഏത് കറൻറ്റ് ഇയർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എടുത്തിട്ടുള്ള ബേസ് ഇയറുമായിട്ടേ അത് കമ്പയർ ചെയ്യുള്ളൂ, ആ ഒരു പീരീഡുമായിട്ട് മാത്രമേ കമ്പയർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിനെ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പറിലേക്ക് വരുമ്പോൾ ദ ലെവൽ ഓഫ് എ ഫിനോമിന അറ്റ് പോയിന്റ് ഓഫ് ടൈം ഈസ് കമ്പയർഡ് വിത്ത് എ പ്രീവിയസ് പീരീഡ്.
അത് എന്താ ചെയ്യുന്നത്, ഏത് ഫിനോമിന ആണെന്നുണ്ടെങ്കിലും പ്രൈസ് ആണെങ്കിലും സപ്ലൈ ആണ് ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് പ്രീവിയസ് പീരീഡിൽ എന്താണോ അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ. Then second one, in a fixed base method, base is one arbitrarily chosen, but in chain base method it is to be the preceding period. ഫിക്സ്ഡ് ബേസ് മെത്തേഡ് ആകുമ്പോൾ നമ്മൾ ആർബിട്രറി നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഇയർ ആയിരിക്കും ബേസ് ഇയർ ആയിട്ട് വരുന്നത്. പക്ഷേ ചെയിൻ ബേസ് മെത്തേഡ് ആകുമ്പോൾ ഒരു പ്രൊസീഡിങ് പീരീഡ് ഏതാണോ അത് തന്നെയാണ് അതിൻ്റെ ബേസ് ഇയർ ആയിട്ട് വരുന്നത്. Then third is fixed base method does not permit inclusion of new items while in chain base method it is possible. ഇപ്പോൾ ഫിക്സ്ഡ് ബേസ് മെത്തേഡ് ആകുമ്പോൾ ന്യൂ ഐറ്റംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷേ ചെയിൻ ബേസ് മെത്തേഡിൽ ജസ്റ്റ് പ്രീവിയസ് ഇയർ എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ന്യൂ ഐറ്റംസും ന്യൂ കമ്മോഡിറ്റീസ് ഒക്കെ വന്ന് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഫോർത്ത് വൺ ഈസ് അണ്ടർ എ ചെയിൻ ബേസ് മെത്തേഡ് വെയ്റ്റ്സ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ആസ് frequently as possible while in a fixed base method weights cannot be adjusted so frequently. ചെയിൻ ബേസ് മെത്തേഡിലെ വെയ്റ്റിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വെയ്റ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ആസ് ഫ്രീക്വൻ്റ്ലി ആസ് പോസിബിൾ. ഫിക്സ്ഡ് ബേസ് മെത്തേഡിൽ വെയ്റ്റ് cannot be adjusted. Then fifth is in a fixed base method comparison between adjacent period is not possible but in chain base method it is possible. ഇപ്പോൾ തൊട്ടടുത്തുള്ള വർഷങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ ഫിക്സഡ് ബേസ് മെത്തേഡിൽ പറ്റൂല. അഡ്ജസൻറ്റ് പീരീഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്, ചെയിൻ ബേസ് മെത്തേഡിലാണ്. ഓക്കെ. And sixth is the seasonal variations will not affect much if the chain based method is adopted, but it will affect to some extent if fixed base method is applied. Because of these problem, businessmen prefer the chain based method. ഇപ്പോൾ സീസണൽ വേരിയേഷൻസ് ചെയിൻ ബേസ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ സീസണൽ വേരിയേഷൻസ് അധികം എഫക്റ്റ് ചെയ്യൂല. ചെയിൻ ബേസ് മെത്തേഡാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ കറൻറ്റ് ഇയറിനെ കമ്പയർ ചെയ്യുന്നത് ജസ്റ്റ് പ്രീവിയസ് ഇയർ ആയതുകൊണ്ട് തന്നെ സീസണൽ വേരിയേഷൻസിനൊന്നും അതിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് ദൂരെ വരുന്ന വർഷം നമ്മൾ ബേസ്ഡ് ആയിട്ട് എടുത്തതെന്നുണ്ടെങ്കിൽ അതിൽ സീസണൽ വേരിയേഷൻസ് എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ബിസിനസ്മെനൊക്കെ പ്രിഫർ ചെയ്യുന്നത് ചെയിൻ ബേസ് മെത്തേഡാണ്. Then seventh is any error in a particular year will not affect the results of all years in a fixed base method, but an error in one year's calculation will affect the result of all subsequent years. Okay. അതായത് ഫിക്സഡ് ബേസ് മെത്തേഡിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇയറിനെ കമ്പയർ ചെയ്യുന്നത് ഒരു ഫിക്സഡ് ഇയറുമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലേതിലെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലും മൊത്തം ഇൻഡെക്സ് നമ്പറിനെ ബാധിക്കില്ല. പക്ഷേ നമ്മുടെ ചെയിൻ ബേസ് ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഡിഫറൻസോ അല്ലെങ്കിൽ മിസ്റ്റേക്കോ വന്നാൽ അത് മൊത്തം റിസൾട്ടിനെ ബാധിക്കുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അതിൻ്റെ പ്രീവിയസ് ഇയറും ആയിട്ടാണ്, അതിൻ്റെ പ്രീവിയസ് ഇൻഡെക്സ് നമ്പർ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാൽക്കുലേഷനെ മൊത്തം ബാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിക്സഡ് ബേസ് ആൻഡ് ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പറിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൺവേർഷൻ ഓഫ് ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ ഇൻറ്റു ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ, അതേപോലെ കൺവേർഷൻ ഓഫ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ഇൻറ്റു ചെയിൻ base index number and the distinction between fixed base and chain base index number. Okay, that's all.